നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ പണം വാങ്ങിയതിൽ സർക്കാരിൽ നിന്ന് പ്രതികരണം ഉണ്ടാകില്ല. വിവാദം താനെ കെട്ടടങ്ങുമെന്നതിനാൽ മുഖ്യമന്ത്രി പ്രതികരിക്കില്ല. ഇന്ന് ചോദ്യമുയർന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയും വാർത്താ സമ്മേളനം മതിയാക്കി. കോൺഗ്രസും UDFും വിഷയം കടുപ്പിക്കാത്തത് സർക്കാരിന് കാര്യം എളുപ്പമാക്കുന്നു. കോൺഗ്രസ് നേതാക്കളും കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ളതിനാൽ ഉന്നയിക്കും എന്ന് പറയുന്നതല്ലാതെ ഒരാളും വാതുറക്കുന്നില്ല. BJP വിഷയം ആളിക്കത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യേണ്ടെന്നാണ് സർക്കാർ സമീപനം. തെളിവുകളോടെ ഇത്രയും ഗുരുതരമായ കാര്യം പുറത്തു വന്നിട്ടും എല്ലാത്തിനും പ്രതികരിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസും മൗനത്തിലാണ്. പുതുപ്പള്ളിയിൽ ശക്തമായി ഉന്നയിക്കാൻ കിട്ടിയ വിഷയം അട്ടത്തുവെക്കുന്ന UDFും മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയെ സഹായിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഉത്തരമില്ലാത്ത മൗനം. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ്, BJP നേതാവ് ശ്രീ V ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, എത്രയോ എളുപ്പമായിരുന്നു നിങ്ങൾക്ക്, എത്രയോ കട്ടിയോടുകൂടി ഈ വിഷയം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസും UDFും ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രിയാകട്ടെ മൗനം തുടരുകയുമാണ്. ഇല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൗനമല്ല, ഏതെങ്കിലും രീതിയിൽ അട്ടത്ത് വെച്ചിട്ടുമില്ല. ഒരു രാഷ്ട്രീയ വിഷയം ഉയർന്നു വന്നു. ഈ വിഷയം ഏറ്റവും ആദ്യം പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ PT തോമസ് ആണ്. 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് കിട്ടി എന്ന കാര്യം വളരെ പരസ്യമായി അദ്ദേഹം പറഞ്ഞതാണ്. അതിന് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത്, എനിക്ക് മടിയിൽ കനമില്ല, വീട്ടിലിരിക്കുന്നവരെ പറ്റി പറയരുത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ല എന്നാണ്. ഇന്ന് മടിയിൽ കനമുള്ള വളരെ കൃത്യമായ ഡാറ്റ പുറത്തു വന്ന സ്ഥിതിക്ക്, രേഖകൾ പുറത്തു വന്ന സ്ഥിതിക്ക് പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അന്ന് PT തോമസ് ഈ വിഷയം ഉന്നയിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. അതിന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞതും കേട്ടതാണ്. അതിനേക്കാൾ ശക്തമായി PT തോമസ് ഉന്നയിച്ചതിനേക്കാൾ ശക്തമായി ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കാമായിരുന്നു കോൺഗ്രസിന്. കാരണം തെളിവ് സഹിതമാണ് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ടും അന്ന് PT തോമസ് ഉന്നയിച്ചതുപോലെ എങ്കിലും ഉന്നയിക്കുവാൻ സാധിക്കാത്ത ഒരു വിഷമവൃത്തത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. മറ്റൊന്നുമല്ല, കർത്തയുടെ ഡയറിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുമുള്ളതിനാൽ ബുദ്ധിമുട്ടാണ് പറയുന്നുണ്ട്. ശരിയാണ്, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു, VD സതീശനൊക്കെ പറഞ്ഞിരുന്നു വിഷയം ഉന്നയിക്കുമെന്ന്. പക്ഷെ ആരും ഇപ്പോൾ വാ തുറക്കുന്നില്ല. ശ്രീ നിജേഷ് അരവിന്ദ്. അല്ല മഞ്ജുഷ്, കോൺഗ്രസ് നേതാക്കൾ കർത്തയുടെ ഡയറിയിൽ പേര് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പുതിയ ആഖ്യാനം അതിനുണ്ടാക്കരുത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് വന്നിട്ടുണ്ട് എങ്കിൽ, പാർട്ടിക്ക് സംഭാവന വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് പുറത്തുവിടുക. കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, കോൺഗ്രസ് നേതാക്കളുടെ കമ്പനിയിലേക്ക് കൃത്യമായി എല്ലാ മാസവും കൃത്യമായി പൈസ തന്നിട്ടുണ്ട് എങ്കിൽ, ചെയ്യാത്ത സേവനത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, അത് ഏതെങ്കിലും സർക്കാർ ഏജൻസി കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ മഞ്ജുഷ ഇവിടെ കൃത്യമായിട്ട് പറയണം. ഞങ്ങൾ ആ കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രിയുടെ മകളാണ് മാസപ്പടി വാങ്ങിയത്. അല്ല, തർക്ക പരിഹാര ബോർഡിന്റെ ഈ ഉത്തരവുണ്ടല്ലോ, അതിൽ തന്നെയാണ് വീണ വിജയന്റെ പേരും കോൺഗ്രസ് നേതാക്കളുടെ പേരും ഉള്ളത്. ഒരേ ഓർഡറിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഉള്ളത്. ഒരേ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടിയാണ് പണം നൽകിയിരിക്കുന്നത് എന്നും തർക്ക പരിഹാര ബോർഡിന്റെ ഈ ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ ഉത്തരവിൽ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പേരും വീണ വിജയന്റെ പേരും പിണറായി വിജയന്റെ പേരും വന്നിരിക്കുകയാണ്. ഒരിക്കലുമില്ല. കോൺഗ്രസ് നേതാക്കളുടെ പേര് കർത്തയുടെ ഡയറിയിൽ നിന്ന് പേടിക്കപ്പെട്ട സമയത്ത് ചില ഇനീഷ്യലുകൾ കിട്ടി, അത് എക്സ്പാൻഡ് ചെയ്തു വന്നു. അതിനപ്പുറത്തേക്ക് ഈ കമ്പനി എക്സോളജിക്കൽ സൊല്യൂഷൻസും വീണ വിജയനും ഈ കമ്പനിയുമായി കരാറുണ്ട് എന്നുള്ളതാണ് തർക്ക പരിഹാര ബോർഡിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനിയുടെ CEO ആയ വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ കമ്പനി ഞങ്ങൾക്ക് സേവനം തന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ കമ്പനിയാണ്. ഉദ്ദേശിച്ച സേവനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതും ഈ കമ്പനിയാണ്. പ്രമുഖനായതുകൊണ്ടാണ് ഞങ്ങൾ മാസാമാസം പൈസ കൊടുത്തത്, 3 വർഷം കൃത്യമായി പറഞ്ഞത് എന്നും ഈ കമ്പനിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളെ പറ്റി പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ മഞ്ജുഷ വിശദീകരിക്കണം.
കോൺഗ്രസ് നേതാക്കളുടെ മാസപ്പടി പറ്റിയതായിട്ടുണ്ട് എങ്കിൽ അല്ല, കോൺഗ്രസ് അല്ലല്ല, അവിടെ നേതാക്കൾ ഈ അല്ലല്ല, കമ്പനിയും തമ്മിൽ അല്ലല്ല, ഏതെങ്കിലും രീതിയിൽ അല്ലല്ല, agreement ഷോർട്ട് ഉണ്ട് ഫോമുകൾ എങ്കിൽ ഉണ്ടെന്ന് ആ പറയുമ്പോൾ agreement ശരിയാണല്ലോ. അവിടെ പൈസ അല്ല, വന്നിട്ടുണ്ടെങ്കിൽ അവിടെ RC എന്ന് എഴുതിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്, OC എന്ന് എഴുതിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, KK എന്ന് എഴുതിയിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്, IB എന്ന് എഴുതിയിരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞാണ്, PV എന്ന് എഴുതിയിരിക്കുന്നത് പിണറായി വിജയനുമാണ്. അപ്പോൾ അതെല്ലാം വസ്തുതയായിട്ട് തർക്കപരിഹാര ബോർഡിന്റെ ആ ഉത്തരവിൽ തന്നെ വന്നിട്ടുണ്ട് ശ്രീ റിജേഷ് അരവിന്ദ്. ഇല്ല എന്ന് താങ്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയൂ എന്ന് വാർത്താ സമ്മേളനം ഇന്നും നടത്തി പറയുവാൻ എന്തുകൊണ്ടാണ് ശ്രീ VD സതീശന് കഴിയാതെ പോയത്? K സുരേന്ദ്രൻ എല്ലാ ദിവസവും ആവർത്തിക്കുന്നുണ്ടല്ലോ. അതുപോലെ എന്തുകൊണ്ട് K സുധാകരനും VD സതീശനും ഈ വിഷയം ഉന്നയിക്കുവാൻ കഴിയുന്നില്ല? ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ നിജേഷ് അരവിന്ദ്. ഇപ്പോൾ കുറച്ച് സമയം കൂടി, അല്പസമയത്തിനകം ചർച്ച തുടരാം. ഇപ്പോൾ രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയാണ്. फिर से जगाया और हमारी महान सभ्यता के मूल्यों का जन जन में संचार किया। भारत के ज्वलंत उदाहरण का अनुसरण करते हुए हमारे स्वाधीनता संग्राम की आधारशिला सत्य और अहिंसा को पूरी दुनिया के अनेक राजनीतिक संघर्षों में सफलतापूर्वक अपनाया गया है। स्वतंत्रता दिवस की पूर्व संध्या पर मैं भारत के नागरिकों के साथ एकजुट होकर सभी ज्ञात और अज्ञात स्वतंत्रता सेनानियों को कृतज्ञता पूर्वक श्रद्धांजलि अर्पित करती हूँ। उनके असंख्य बलिदानों से भारत ने विश्व समुदाय में अपना स्वाभिमानपूर्ण स्थान फिर से प्राप्त किया। मातंगिनी हाजरा और कनकलता बरुआ जैसे वीरांगनाओं ने भारत माता के लिए अपने प्राण निछावर कर दिया। माँ कस्तूरबा राष्ट्रपिता महात्मा गांधी के साथ कदम से कदम मिलाकर सत्याग्रह के मार्ग पर चलती रही। सरोजिनी नायडू, ओमू स्वामीनाथन, रमा देवी, अरुणा आसफ अली और सुचेता कृपलानी जैसे अनेक महिला विभूतियों ने अपने बाद की सभी पीढ़ियों की महिलाओं के लिए आत्मविश्वास के साथ देश तथा समाज की सेवा करने के प्रेरक आदर्श प्रस्तुत किए हैं। आज महिलाएं विकास और देश सेवा के हर क्षेत्र में बढ़ चढ़कर योगदान दे रही हैं तथा राष्ट्र का गौरव बढ़ा रहे हैं। आज हमारी महिलाओं ने ऐसे अनेक क्षेत्रों में अपना विशेष स्थान बना लिया है जिनमें कुछ दोषों को पहले उनकी भागीदारी की कल्पना भी नहीं की जा सकती थी। मुझे ये देखकर प्रसन्नता होती है कि हमारे देश में महिलाओं के आर्थिक सशक्तिकरण पर विशेष ध्यान दिया जा रहा है। आर्थिक सशक्तिकरण से परिवार और समाज में महिलाओं की स्थिति मजबूत होती है। मैं सभी देशवासियों से आग्रह करती हूँ कि वे महिला सशक्तिकरण को प्राथमिकता दें। मैं चाहूंगी कि हमारी बहनें और बेटियां साहस के साथ हर तरह की चुनौतियों का सामना करें और जीवन में आगे बढ़े। महिला का विकास स्वाधीनता संग्राम के आदर्श में शामिल है। प्यारे देशवासियों, स्वतंत्रता दिवस हमारे लिए अपने इतिहास से पुनः जुड़ने का अवसर होता है। ये हमारे वर्तमान का आकलन करने और भविष्य की राह बनाने के बारे में चिंतन करने का अवसर भी है। आज हम देख रहे हैं कि भारत ने न केवल विश्व मंच पर अपना यथाचित स्थान बनाया है बल्कि अंतर्राष्ट्रीय व्यवस्था में अपनी प्रतिष्ठा को बढ़ाया भी है। अपनी यात्राओं और प्रवासी भारतीयों के साथ बातचीत के दौरान मैंने अपने देश के प्रति उनमें एक नया विश्वास तथा गौरव का भाव देखा है। भारत पूरी दुनिया में विकास के लक्ष्यों और मानवीय सहयोग को बढ़ावा देने में महत्वपूर्ण भूमिका निभा रहा है। भारत ने अंतर्राष्ट्रीय मंच पर अग्रणी स्थान बनाया है तथा G20 देशों की अध्यक्षता का दायित्व भी संभाला है। क्योंकि G20 समूह दुनिया की 2/3 जनसंख्या का प्रतिनिधित्व करता है, इसीलिए ये हमारे लिए वैश्विक प्राथमिकताओं को सही दिशा में ले जाने का एक अद्वितीय अवसर है। G20 की अध्यक्षता के माध्यम से भारत व्यापार और वित्त के क्षेत्र में हो रही निर्णयों को न्याय संगत प्रगति की ओर
ले जाने में प्रयासरत है। व्यापार और वित्त के अलावा मानव विकास से जुड़े विषय भी कार्यसूची में शामिल किए गए हैं। ऐसे कई मुद्दे जो पूरे मानवता के लिए महत्वपूर्ण है और किसी भौगोलिक सीमा से बंधे हुए नहीं है। मुझे विश्वास है कि भारत के प्रभावी नेतृत्व के साथ G20 के सदस्य देश उन मोर्चों पर उपयोगी कार्रवाई को आगे बढ़ाएंगे। भारत की G20 की अध्यक्षता में एक नई बात यह है कि डिप्लोमेसी को जमीन से जोड़ा गया है। एक अंतर्राष्ट्रीय राजनयिक गतिविधि में लोगों की भागीदारी को प्रोत्साहित करने के लिए अपनी तरह का पहला अभियान चलाया गया है। उदाहरण के लिए ये देखकर मुझे अच्छा लगा कि स्कूलों और कॉलेजों में G20 से जुड़े विषयों पर आयोजित की जा रही गतिविधियों में विद्यार्थी उत्साहपूर्वक भाग ले रहे हैं। G20 से जुड़े कार्यक्रम के बारे में सभी नागरिकों में बहुत उत्साह देखने को मिल रहा है। प्यारे देशवासियों, सशक्तिकरण की भावना से युक्त इस उत्साह का संचार आज संभव हो पाया है क्योंकि हमारा देश सभी मोर्चों पर अच्छी प्रगति कर रही है। मुश्किल दौर में भारत की अर्थव्यवस्था न केवल समर्थ सिद्ध हुई है बल्कि दूसरों के लिए आशा का स्रोत भी बनी है। विश्व की अधिकांश अर्थव्यवस्थाएं नाजुक दौर से गुजर रही है। वैश्विक महामारी के कारण हुई आर्थिक संकट से विश्व समुदाय पूरी तरह बाहर नहीं आ पाया था कि अंतर्राष्ट्रीय पटल पर हो रही घटनाओं से अनिश्चितता का वातावरण और गंभीर हो गया है। फिर भी सरकार कठिन परिस्थितियों का अच्छी तरह सामना करने में सक्षम रही है। देश ने चुनौतियों को अवसरों में बदला है और प्रभावशाली जीडीपी ग्रोथ भी दर्ज की है। हमारे अन्नदाता किसानों ने हमारी आर्थिक वृद्धि में महत्वपूर्ण योगदान दिया है। राष्ट्र उनका ऋणी है। वैश्विक स्तर पर मुद्रास्फीति यानी इन्फ्लेशन चिंता का कारण बनी हुई है, लेकिन सरकार और रिजर्व बैंक इस पर काबू पाने में सफल रही है। सरकार ने जनसामान्य पर मुद्रास्फीति का अधिक प्रभाव नहीं पड़ने दिया है और साथ ही गरीबों को व्यापक सुरक्षा कवच भी प्रदान किया है। वैश्विक आर्थिक विकास के लिए दुनिया की निगाहें आज भारत पर टिकी हुई है। आज भारत विश्व की 5वीं सबसे बड़ी अर्थव्यवस्था बन गया है। विश्व में सबसे तेजी से बढ़ रही बड़ी अर्थव्यवस्था के रूप में भारत विश्व की 3री सबसे बड़ी अर्थव्यवस्था बनने की ओर अग्रसर है। हमारी आर्थिक प्रगति की इस यात्रा में समावेशी विकास पर जोर दिया जा रहा है। निरंतर हो रही आर्थिक प्रगति के 2 प्रमुख आयाम हैं। एक और व्यवसाय करना आसान बनाकर और रोजगार के अवसर पैदा करके उद्यमशीलता की संस्कृति को बढ़ावा दिया जा रहा है। दूसरे ओर जरूरतमंदों की सहायता के लिए विभिन्न क्षेत्रों में पहल की गई है तथा व्यापक स्तर पर कल्याणकारी कार्यक्रम चलाया जा रहे हैं। वंचितों को वरीयता प्रदान करना हमारी नीतियों और कार्य के केंद्र में रहता है। परिणाम स्वरूप पिछले दशक में बड़ी संख्या में लोगों को गरीबी से बाहर निकलना संभव हो पाया है। इसी प्रकार आदिवासियों की स्थिति में सुधार लाने और उन्हें प्रगति की यात्रा में शामिल करने हेतु विशेष कार्यक्रम चलाया जा रहा है। मैं अपने आदिवासी भाई बहनों से अपील करती हूँ कि आप सब अपने परंपराओं को समृद्ध करते हुए आधुनिकता को अपनाएं। मुझे ये जानकर खुशी हुई है कि आर्थिक विकास के साथ साथ मानव विकास संबंधी सरकारों को भी उच्च प्राथमिकता दी जा रही है। मैं एक शिक्षक रही हूँ, इस नाते भी मैंने ये समझा है कि शिक्षा सामाजिक सशक्तिकरण का सबसे प्रभावी माध्यम है। वर्ष 2020 की राष्ट्रीय शिक्षा नीति से बदलाव आना शुरू हो गया है। विभिन्न स्तरों पर विद्यार्थियों
और शिक्षाविदों के साथ मेरी बातचीत से मुझे ज्ञात हुआ है कि अध्ययन की प्रक्रिया अधिक फ्लेक्सिबल हो गया है। इस दूरदर्शी नीति का एक प्रमुख उद्देश्य प्राचीन मूल्यों को आधुनिक कौशल के साथ जोड़ना है। इससे आने वाले वर्षों में शिक्षा के क्षेत्र में अभूतपूर्व परिवर्तन होंगे और परिणाम स्वरूप देश में एक बहुत बड़ा बदलाव दिखाई देगा। भारत की प्रगति को देशवासियों, विशेषकर युवा पीढ़ी के सपनों से शक्ति मिलती है। विकास के अनंत संभावनाएं देशवासियों की प्रतीक्षा कर रही है। स्टार्टअप से लेकर खेलकूद तक हमारे युवाओं ने उत्कृष्टता के नए आसमानों की उड़ान भरी है। आज के नए भारत की महत्वाकांक्षाओं के नई क्षितिज असीम है। भारतीय अंतरिक्ष अनुसंधान संगठन नई ऊंचाई को छू रहा है और उत्कृष्टता के नए आयाम स्थापित कर रहा है। इस वर्ष इसरो ने चंद्रयान 3 लॉन्च किया है, जो चंद्रमा की कक्षा में प्रवेश कर चुका है और कार्यक्रम के अनुसार उसका विक्रम नामक लैंडर तथा प्रज्ञान नामक रोवर अगले कुछ ही दिनों में चंद्रमा पर उतरेगा। हम सभी के लिए वो गौरव का क्षण होगा और मुझे भी उस पल का इंतजार है। चंद्रमा का अभियान अंतरिक्ष के हमारे भावी कार्यक्रम के लिए केवल एक सीढ़ी है। हमें बहुत आगे जाना है। अंतरिक्ष अभियान में ही नहीं बल्कि धरती पर भी हमारे वैज्ञानिक और टेक्नोलॉजिस्ट देश का नाम रोशन कर रहे हैं। अनुसंधान, नवाचार तथा उद्यमशीलता को बढ़ावा देने के लिए अगले 5 वर्षों में 50,000 करोड़ रुपए की राशि के साथ सरकार द्वारा अनुसंधान नेशनल रिसर्च फाउंडेशन स्थापित किया जा रहा है। ये फाउंडेशन हमारी कॉलेजों, विश्वविद्यालयों और अनुसंधान केंद्रों में रिसर्च एवं डेवलपमेंट को आधार प्रदान करेगा, उन्हें विकसित करेगा तथा आगे ले जाएगा। प्यारे देशवासियों, ज्ञान विज्ञान में उत्कृष्टता प्राप्त करना ही हमारा लक्ष्य नहीं है, बल्कि हमारे लिए ये मानवता के विकास के साधन है। एक क्षेत्र जिस पर पूरे विश्व के वैज्ञानिकों और नीति निर्माताओं को और अधिक तत्परता से ध्यान देना चाहिए, वो है जलवायु परिवर्तन। हाल के वर्षों में बड़ी संख्या में एक्सट्रीम वेदर इवेंट्स हुई है। देश के कुछ हिस्सों में असाधारण बाढ़ का सामना करना पड़ा है। कुछ स्थान सूखे की मार झेलते हैं। इन सब का एक प्रमुख कारण ग्लोबल वार्मिंग को भी माना जाता है। अतः पर्यावरण के हित में स्थानीय, राष्ट्रीय तथा वैश्विक स्तर पर प्रयास करना अनिवार्य है। इस संदर्भ में ये उल्लेखनीय है कि रिन्यूएबल एनर्जी के क्षेत्र में हमने अभूतपूर्व लक्ष्य को प्राप्त किया है। अंतर्राष्ट्रीय सौर ऊर्जा अभियान को भारत ने नेतृत्व प्रदान किया है। अंतर्राष्ट्रीय प्रतिबद्धताओं को पूरा करने में हमारा देश अग्रणी भूमिका निभा रहा है। विश्व समुदाय को हमने लाइफ यानी लाइफस्टाइल फॉर एनवायरनमेंट का मंत्र दिया है। प्यारे देशवासियों, असामान्य मौसम की घटनाएं सभी पर असर डालती है, लेकिन गरीब और वंचित वर्गों के लोगों पर उनका और अधिक प्रभाव पड़ता है। शहरों और पहाड़ों क्षेत्रों के जलवायु परिवर्तन की स्थितियों का सामना करने के लिए विशेष रूप से सक्षम बनाने की आवश्यकता है। मैं ये कहना चाहूंगी कि लोभ की संस्कृति दुनिया को प्रकृति से दूर करती है और अब हमें ये एहसास हो रही है कि हमें अपनी जड़ों की ओर लौटना चाहिए। आज भी अनेक जनजातीय समुदाय ऐसे हैं जो प्रकृति के बहुत करीब और प्रकृति के साथ सौहार्द बनाकर रहते हैं। उनके जीवन मूल्यों और जीवन शैली क्लाइमेट एक्शन के क्षेत्र में अमूल्य शिक्षा प्रदान करते हैं। जनजातीय समुदायों द्वारा युगों से
अपना अस्तित्व बनाए रखने के रहस्यों को एक शब्द में ही व्यक्त किया जा सकता है और शब्द है हमदर्दी। जनजातीय समुदाय के लोग प्रकृति को माता समझते हैं तथा उसकी सभी संतानों अर्थात वनस्पतियों और जीव जंतुओं के प्रति सहानुभूति रखते हैं। कभी कभी दुनिया में हमदर्दी की कमी महसूस होती है, लेकिन इतिहास साक्षी है कि ऐसे दौर केवल कुछ समय के लिए ही आते हैं, क्योंकि कोरोना हमारा मूल स्वभाव है। मेरा अनुभव है कि महिलाएं हमदर्दी के महत्व को और अधिक गहराई से महसूस करती है और जब मानवता अपनी राह से भटकती है तो वे सही रास्ता दिखाती है। हमारे देश ने नई संकल्पों के साथ अमृत काल में प्रवेश किया है तथा हमें भारत का वर्ष 2047 तक एक विकसित राष्ट्र बनाने की दिशा में आगे बढ़ रहे हैं। आइए हम सभी अपने संवैधानिक मूल कर्तव्यों को निभाने का संकल्प लें तथा व्यक्तिगत और सामूहिक गतिविधियों के सभी क्षेत्रों में उत्कृष्ट की ओर आगे बढ़ने का सतत प्रयास करें, ताकि हमारा देश निरंतर उन्नति करते हुए कर्मठता तथा उपलब्धियों की नई ऊंचाइयां हासिल करे। प्यारे देशवासियों, हमारा संविधान हमारा मार्गदर्शक दस्तावेज है। संविधान की प्रस्तावना में हमारे स्वाधीनता संग्राम के आदर्श समाहित है। आइए हम अपने राष्ट्र निर्माताओं के सपनों को साकार करने के लिए सद्भाव और भाईचारे की भावना के साथ आगे बढ़े। स्वतंत्रता दिवस की पूर्व संध्या पर मैं पुनः आप सबको विशेष रूप से सीमाओं की रक्षा करने वाले सेना के जवानों, अंतरिक्ष सुरक्षा प्रदान करने वाले सभी बलों एवं पुलिस के जवानों तथा दुनिया के विभिन्न हिस्सों में रहने वाले प्रवासी भारतीयों को बधाई देती हूँ। सभी प्यारे देशवासियों को बहुत बहुत शुभकामनाएं। धन्यवाद। जय हिंद, जय भारत। രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു രാഷ്ട്രപതി. പൈൻ ഡിബേറ്റ് തുടരുകയാണ്. മുഖ്യമന്ത്രി മഹാമൗനത്തിലോ? ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾ പറഞ്ഞു വന്നത് ഒരു തരത്തിലുള്ള സംശയവും കോൺഗ്രസിനില്ല, കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ ഇടത് ക്യാമ്പുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആദായനികുതി വകുപ്പിന്റെ തർക്കപരിഹാര ബോർഡിന്റെ ഈ ഉത്തരവ് അത് ഏകപക്ഷീയമായി പോയി. അതിൽ വീണ വിജയന്റെ അഭിപ്രായം തേടിയിരുന്നില്ല, എന്താണ് തെറ്റ് എന്ന് ചോദിച്ചിരുന്നില്ല എന്ന്. അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടോ? ഇതൊന്നുമില്ലാതെ കോൺഗ്രസ് നേതാക്കളുടെ പേരും ഷോർട്ട് ഫോം എന്ന രീതിയിൽ തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവിൽ ഇടം പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാതെയാണ് ചെയ്തത് എന്നുള്ള ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ, കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ? അപ്പോൾ നമ്മൾ മഞ്ജുഷ, ഈ തർക്ക പരിഹാര ബോർഡിലേക്ക് ആരാണ് പരാതി കൊടുത്തത്? ആദായ നികുതി വകുപ്പ് കർത്തയുടെ വീട്ടിലും കമ്പനികളിലും നടത്തിയ റെയ്ഡിൽ ഒരു ഡയറി പിടിച്ചെടുത്തു. ആ ഡയറിക്ക് അകത്ത് കുറച്ച് രേഖകൾ കണ്ടു, കുറച്ച് പണം കൊടുത്ത രേഖകൾ. അതിനടിസ്ഥാനത്തിൽ ആദായ നികുതി ഇവർക്കെതിരെ കേസെടുത്തു. ആ സമയത്ത് ഇത് പരിഗണിക്കണമെന്നും ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും ആദായ നികുതി വകുപ്പിൽ KMCL കമ്പനി അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആദായ നികുതിയുടെ തർക്ക പരിഹാര ബോർഡ് ഇതിന്റെ വാദം കേട്ടത്. ആ വാദത്തിൽ ഒരു ഭാഗത്ത് കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കർത്തായുടെ കമ്പനിയാണ്, മറുഭാഗത്ത് ആദായ നികുതി വകുപ്പാണ്. ഈ രണ്ടു പേരും പറഞ്ഞപ്പോൾ അവർ കൊടുത്ത പൈസയ്ക്കുള്ള കണക്ക് പറയേണ്ടത് കർത്തായുടെ കമ്പനിയാണ്. അവർ ഇന്ന ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയേണ്ടത് കർത്തയുടെ കമ്പനിയാണ്. ആ കമ്പനിയിലാണ് കൃത്യമായിട്ട് ഒരു 3 വർഷക്കാലം വീണ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തത്. അത് എന്തിനാണ് എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടാണ്. എന്നാൽ കർത്തയുടെ കമ്പനി 3 സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ശരിയാണ്, ഇക്കാര്യമൊക്കെ അറിയാവുന്നതാണ്. കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ കർത്തയുടെ കമ്പനിയായ CMRL കഴിയാത്തത് കൊണ്ടാണല്ലോ തർക്ക പരിഹാര ബോർഡ് അത് തീർപ്പാക്കുകയും നികുതി അടച്ചേ പറ്റൂ എന്നുള്ള കാര്യം
വ്യക്തമാക്കിയിട്ടുള്ളതും. അതിലാണ് ഈ വീണ വിജയന്റെ കമ്പനി സേവനമൊന്നും നൽകാതെയാണ് 5 ലക്ഷം രൂപ ഓരോ മാസവും കൈപ്പറ്റിയത്. ഒരു സേവനവും 3 ലക്ഷം രൂപ കൈപ്പറ്റിയത് ഒരു സേവനവും നൽകാതെയാണ്, ഒരു കൺസൾട്ടൻസിയും നൽകാതെയാണ് വീണ വിജയൻ ഓരോ മാസവും 5 ലക്ഷം രൂപ വീതം കൈപ്പറ്റിയത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ ഉത്തരവിൽ തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഷോർട്ട് ഫോമും ഇടം പിടിച്ചിരിക്കുന്നത്, പണം വാങ്ങി എന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ടും ഒന്നായിട്ട് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിസ്സംശയം ഇക്കാര്യം ഞങ്ങളുടെ സംശയം കോൺഗ്രസ് നേതാക്കന്മാർ ഏതെങ്കിലും രീതിയിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടോ അതോ പാർട്ടിക്ക് വേണ്ടി സംഭാവന വാങ്ങിയിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയവുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഖ്യമന്ത്രിയോട് മറുപടി ചോദിക്കാമായിരുന്നു. ആനന്ദ് കൊച്ചുകൂടി അങ്ങനെ ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞേ തീരൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ടോ? ഉന്നയിക്കും എന്ന് പറയുന്നതല്ലാതെ ഇപ്പോൾ ആരും വാതുറക്കുന്നില്ല എന്നത് തന്നെയല്ലേ വാസ്തവം? അല്ലല്ല, അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അല്ലല്ല, കോൺഗ്രസ് നേതാക്കൾ ശക്തമായി ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മറുപടി പറയേണ്ടി വന്നേനെ. ഇപ്പോൾ BJP ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട എന്നാണ് കരുതിയിരിക്കുന്നത് സർക്കാർ, അല്ലേ? അതിൽ സംശയമുണ്ടോ ശ്രീ ആനന്ദ്? രണ്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് ശ്രീ ആനന്ദ് താങ്കളുടെ മറുപടി. അല്ല, കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ഒരു സമവായം ഇപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഇപ്പോൾ വിശുദ്ധനായി കോൺഗ്രസുകാരും മറ്റ് പലരും പ്രഖ്യാപിച്ചിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരുൾപ്പെടെ ഈ ഷോർട്ട് ഫോമായിട്ട് ഈ ഉത്തരവിലുണ്ട്. അപ്പോൾ കോൺഗ്രസുകാർക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം, അത് അങ്ങനെയാണ് അവർ പറയുന്നത്, അതായത് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചതാണ്. പക്ഷെ അപ്പോഴും ഇതിന്റെ റെസീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഇവരുടെ പേര് എന്തുകൊണ്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ അല്ല കൊടുത്തിരിക്കുന്നത് ഡയറി കുറിപ്പുകളിൽ എന്നൊക്കെ തിരിച്ചും ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു എന്ന് തോന്നുന്നു. കാരണം അവർക്ക് തിരിച്ച് എന്താണ് അവരോട് പിണറായി വിജയനും CPM-ഉം ഈ വിഷയത്തിൽ പിണറായി വിജയനെതിരെ ഒരു നിലപാട് ശക്തമായി സ്വീകരിച്ചാൽ കോൺഗ്രസിനെതിരെ പിണറായി വിജയനും CPM-ഉം എന്തൊക്കെ പറയും, അല്ലെങ്കിൽ കോൺഗ്രസും പ്രതിസ്ഥാനത്ത് നിൽക്കും എന്നുള്ള ഒരു ബോധ്യത്തിലായിരിക്കാം ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ അവർക്ക് കിട്ടിയ സുവർണാവസരം നിയമസഭയിൽ അവർ ഒരു സബ്മിഷനായി പോലും ഉയർത്താതിരുന്നത്. പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനം വന്നപ്പോഴാണ് മാത്യു കുഴൽനാടനും മറ്റ് 3 പേരും കൂടി ഒരു പ്രസംഗത്തിൻ്റെ മറ്റൊരു വിഷയത്തിൻ്റെ ചർച്ചയിൽ മാത്യു കുഴൽനാടൻ തന്നെ ആ വിഷയം ഉന്നയിക്കുകയും പിന്നീട് ഇറങ്ങിപ്പോക്കൊക്കെ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് മാത്യു കുഴൽനാടനെ VD സതീശൻ വളരെ എന്താണ് VD സതീശനും K സുധാകരനും ഉൾപ്പെടെ, പ്രത്യേകിച്ച് VD സതീശൻ മാത്യു കുഴൽനാടൻ്റെ ആ നടപടിയിൽ ഒട്ടും സന്തോഷവാനായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ വ്രണിത ഹൃദയനായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ മാത്യു കുഴൽനാടന് മാത്രമേ നിലപാടെടുക്കാൻ പറ്റുകയുള്ളൂ. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ BJPക്ക് ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കുകയാണ്? VD സതീശൻ എന്ന് പറയുന്നത് ഭരണപക്ഷത്തെ മന്ത്രിക്ക് സംഭാവന എന്ന രീതിയിലുള്ള ആരോപണമാണ് K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഒരു മറുപടിയും പറയാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. കോൺഗ്രസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇത്രയും തെളിവുകളോടെ ഒരു കാര്യം പുറത്തു വരുമ്പോൾ മഹാമൗനത്തിലാണ്ട് പോയാൽ മതി എന്ന് എങ്ങനെ വിചാരിക്കുന്നു ഭരണത്തലവൻ? ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകേണ്ടതല്ലേ? ഇല്ല എങ്കിൽ ഇല്ല, ഇത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പറയാമല്ലോ. അതിൽ പാർട്ടി പോലും അല്ലല്ലോ മറുപടി പറയേണ്ടത്, മുഖ്യമന്ത്രിയല്ലേ മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മകളല്ലേ ഇത്തരം ഒരു കാര്യത്തിൽ പെട്ടിരിക്കുന്നത്? അല്ല, ഇന്ന് രാവിലത്തെ പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയത് തന്നെ മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്ത, മുൻ പേജിലെ വാർത്ത, ഓണക്കിറ്റുകൾ 7 ലക്ഷമേ ഉള്ളൂ, ഇവിടെ സപ്ലൈകോയിൽ അരിയില്ല, റേഷൻ കടകളിൽ നിന്ന് അരി കിട്ടില്ല എന്നൊക്കെയുള്ള വാർത്ത ഒന്ന് റിബട്ട് ചെയ്യാൻ, അതിനൊരു വിശദീകരണം നൽകാനാണ് MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹത്തോട് വീണ വിജയന്റെ മാസപ്പടി ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടുന്നു. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടതിന്റെ കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പത്രസമ്മേളനം വിളിച്ച് ഇതിൽ CPM-ന്റെ ഒരു ലൈനായിട്ട്, അതായത് CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ വിഷയം CPM-ന്റെ ഒരു നിലപാടായിട്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. CPM സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. വീണ വിജയനും പിണറായി വിജയനും അഴിമതിയൊന്നും ചെയ്തിട്ടില്ല, അവർ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, അതൊരു കമ്പനിയുടെ പേരിലാണ്, എല്ലാം വൈറ്റ് മണിയാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് മാത്യു കുഴൽനാടൻ തിരിച്ചുന്നയിച്ച ചോദ്യം, അപ്പോൾ എനിക്ക് നല്ല സൗകര്യമായിരിക്കുന്നു, ഇനിയിപ്പോൾ വീണ വിജയൻ
പിണറായിനോട് നേരിട്ട് ചോദിക്കേണ്ട, എനിക്ക് CPM-നോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നതും ഇന്ന് ഗോവിന്ദൻ മാഷ് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടുകയാണ്. ഇനിയിപ്പോൾ ചോദ്യങ്ങളോട് പ്രതികരിച്ചാൽ CPM ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. പിന്നെ പിണറായി വിജയനെ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ഉത്തരം പറയിക്കാമെന്ന് വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ലല്ലോ. കഴിഞ്ഞ 6 മാസമായിട്ട് അദ്ദേഹം മൗനത്തിലാണ്. സ്വപ്ന സുരേഷ് എന്നുതൊട്ടാണോ ആരോപണങ്ങൾ കടുപ്പിച്ചത്? അവരുടെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവിടെ മറ്റേ എമിറേറ്റിലെ റൂളർ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് കോൺവോയ് റീറൂട്ട് ചെയ്ത് ക്ലിഫ് ഹൗസിൽ രഹസ്യ യോഗം നടത്തി ഡീൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞതിനെക്കുറിച്ച് ഇതുവരെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണ വിധേയരായിട്ടുള്ള കമലാ വിജയൻ ഉൾപ്പെടെയുള്ള ആരും അതിനെക്കുറിച്ച് ഒരു ഉത്തരം മിണ്ടിയിട്ടില്ല. മറ്റ് മന്ത്രിമാരെ കുറിച്ച് വളരെ മ്ലേച്ഛമായ ആരോപണങ്ങൾ, അത് ഞാൻ കടക്കുന്നില്ല. മുഖ്യമന്ത്രി പല വിഷയങ്ങളിലും മൗനത്തിലാണ്. ക്യാമറയുടെ വിഷയം അദ്ദേഹത്തിന്റെ മകന്റെ അമ്മായി അച്ഛൻ ആണ് അതിൻ്റെ അകത്തൊരു കഥാപാത്രമായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ നിഷേധിക്കാൻ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുന്നില്ല. പണ്ട് അദ്ദേഹം പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം ഈ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിൽ ഒന്നും വീഴുന്നവരല്ല എന്ന രീതിയിലുള്ള മറുപടി നൽകിയിട്ടുണ്ട്. അത് ഇക്കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചല്ല എങ്കിൽ പോലും ഇവിടെയും അതുണ്ടാകുമായിരിക്കും. ചിലപ്പോൾ ആരോപണങ്ങൾ എത്രയോ കണ്ടിരിക്കുന്നു, അതിലൊന്നും വീഴുന്നവനല്ല എന്ന രീതിയിലുള്ള മറുപടി കിട്ടിയേക്കാം. പക്ഷേ ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ആവശ്യം. അഡ്വക്കേറ്റ് BN ഹസ്കർ, എന്തിനാണ് മടിയിൽ കനമില്ല എങ്കിൽ എന്തിന് മറുപടി പറയാൻ മടിക്കുന്നു? മഞ്ജുഷേ, നിങ്ങൾ കാണേണ്ടത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലാകമാനം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ അസസ്മെന്റ് കമ്മീഷന്റെ തീരുമാനത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചർച്ചകളും വാർത്തകളുമാണ് കേരളത്തിലാകമാനം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1976 ഇൻകം ടാക്സ് ആക്ടിന്റെ അമെന്റ്മെന്റോട് കൂടിയാണ് 1961 ഇൻകം ടാക്സ് ആക്ടിൽ വന്ന അമെന്റ്മെന്റ് 76 വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെറ്റിൽമെന്റ് കമ്മീഷൻ 245B പ്രകാരം നിയമിക്കപ്പെടുന്നതും 22B ഓഫ് വെൽത്ത് ടാക്സിന്റെ പ്രകാരം അങ്ങനെ ഒരു കമ്മീഷനിലെ അസസ്മെന്റ്, അതായത് ഏതൊരു നികുതിദായകനും ഏതു ഘട്ടത്തിലും തന്റെ അസസ്മെന്റിന്റെ ഏതു ഘട്ടത്തിലും നികുതിദായകന് ഒരു സെറ്റിൽമെന്റിനു വേണ്ടി ഈ കമ്മീഷനെ സമീപിക്കാവുന്നതും കമ്മീഷൻ അങ്ങനെ സമീപിക്കുന്ന നികുതിദായകന് അപ്പീലബിൾ അല്ലാത്ത ഒരു ഓർഡർ പാസ്സാക്കുന്നുള്ള അധികാരവുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ കേൾക്കുന്നത് രണ്ട് കക്ഷികൾ മാത്രമാണ്. ആരാണോ നികുതിദായകൻ അസസി, ആ അസസിയും മറ്റൊന്ന് ഇൻകം ടാക്സിന്റെ കമ്മീഷണറെയും മാത്രം കേട്ടുകൊണ്ട് ഒരു തർക്ക പരിഹാര തീരുമാനമായിട്ടാണ് ഈ ക്വാസി ജുഡീഷ്യലായി ഫംഗ്ഷൻ ചെയ്യുന്ന ഈ കമ്മീഷന്റെ തീരുമാനമുണ്ടാകാറുള്ളത്. അത് ഏതൊരു നികുതി വെട്ടിപ്പുകാരനും തന്റെ നികുതി കൃത്യസമവും സത്യസന്ധവുമായി ബോധിപ്പിക്കുന്നു. ആ നികുതിയിലൂടെ ബോർഡ് കമ്മീഷൻ എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് 35 ദിവസത്തിനുള്ളിൽ തന്റെ തുക അസസ് ചെയ്യുന്ന തുക അടയ്ക്കാമെന്നും അല്ലാത്ത പക്ഷം 15% പലിശയോടുകൂടി റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് ഇൻകം ടാക്സിന് പോകാം എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് നൽകുന്ന ഒരു അസസ്മെന്റ് മാത്രമാണ് ഇൻകം ടാക്സ് ആക്ടിന്റെ ഈ സെറ്റിൽമെന്റ് കമ്മീഷൻ നടത്തുന്നത്. അതിന് ഇന്ത്യയിൽ 4 സ്ഥലത്ത് ന്യൂഡൽഹിയിലും ചെന്നൈയിലും കൽക്കട്ടയിലും മുംബൈയിലുമായി പ്രവർത്തിക്കുന്ന കമ്മീഷന്റെ ബോർഡുകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. നമ്മുടെ മുന്നിൽ വലിയൊരു തെറ്റിദ്ധാരണയുള്ളത് ഇതിൽ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള അസസ്മെന്റിൽ കക്ഷികളായി വരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അസസി പറയുന്ന വിവരങ്ങളെ സംബന്ധിച്ച് നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിന് ആ കമ്മീഷന് യാതൊരു തരത്തിൽ അധികാരവുമില്ല. സ്വാഭാവികമായി അസസി പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അസസ്മെന്റ് നടത്താറുള്ളത്. ഇവിടെ രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം, എക്സാലോജിക്ക എന്ന് പറയുന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും മെയിന്റെനൻസും മാനേജ്മെന്റിനുമായി എക്സാലോജിക്ക എന്ന് പറയുന്ന കമ്പനിക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുത 2 കമ്പനികൾ നടത്തിയിട്ടുള്ള കരാറാണ്. ആ കരാറുകളുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കുകയും എക്സാലോജിക്കയുടെ ഉടമസ്ഥയായിട്ടുള്ള ശ്രീമതി വീണ വിജയന് അതുപോലെ തന്നെ എക്സാലോജിക്ക കമ്പനിക്ക് പണം നൽകി. ഇപ്പൊ വീണ്ടും മറ്റൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് വരുന്നു. എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് തന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തന്റെ ഭാര്യയുടെ വരുമാനമായി 5 ലക്ഷം രൂപ എക്സാലോജിക്കയിലൂടെ ലഭിച്ചത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വരുന്നത്. ഇവിടെ ഒരു കമ്പനി നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അറിയാത്തത് നടിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായി കമ്പനി നിയമപ്രകാരം കമ്പനിയിലെ ഡയറക്ടർ എന്ന നിലയിൽ ആ കമ്പനിയിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി കൺസൾട്ടൻസിയുമായി ലഭിക്കുന്ന തുക അല്ലെങ്കിൽ മെയിന്റെനൻസ് കോൺട്രാക്ടുകളിലൂടെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് കമ്പനിയുടെ വരുമാനം മാത്രമാണ്. എക്സാലോജിക്കയുടെ വരുമാനത്തിൽ എക്സാലോജിക്കയിൽ നിന്ന് ലഭിക്കേണ്ട ഡിവിഡൻഡുകൾ
ഒരു ഡയറക്ടർ എന്നെന്നോ ഷെയർ ഹോൾഡർ എന്ന നിലയിലോ ശ്രീമതി വീണ വിജയന് എത്ര ഡിവിഡൻഡ് ലഭിച്ചു, ആ ഡിവിഡൻഡ് മാത്രമാണ് തന്റെ വരുമാനമായി ലഭിക്കുക. ഏതൊരു കമ്പനിയിൽ, എക്സാലോജിക്ക് എന്ന് മാത്രമല്ല, ഞാൻ ഒരു കമ്പനിയുടെ ഡയറക്ട് ബോർഡ് മെമ്പർ ആയാൽ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻഡ് ആണ് എന്റെ വരുമാനം. ആ വരുമാനം മാത്രമാണ് ഞാൻ അസസ് ചെയ്യപ്പെടുമ്പോ ഞാൻ ഡിക്ലെയർ ചെയ്യേണ്ടതും ഞാൻ തെരഞ്ഞെടുപ്പിൽ അത് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് ശ്രീ, അല്ലല്ല അത് മാത്രമല്ലല്ലോ ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അവിടെ ഉള്ളത്. കമ്പനിയുടെ വരുമാനം മാത്രമല്ലല്ലോ, വീണ സ്വന്തം നിലയിലും കൺസൾട്ടന്റ് എന്ന രീതിയിലും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2 കരാറുകളാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 കരാറുകൾ CMRL-മായി ഉണ്ടാക്കിയതിൽ കൂടിയ തുകയ്ക്കുള്ള കരാർ വീണയുമായിട്ടാണ്. മാസം 5 ലക്ഷം രൂപയുടെ കരാർ. എക്സാലോജിക്കുമായിട്ട് 3 ലക്ഷം രൂപയുടെ കരാറായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യമോ? അല്ല, അതിനെ സംബന്ധിച്ച് എക്സാലോജിക്കയുടെ CEO എന്ന നിലയിൽ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എക്സാലോജിക്കയിലേക്കാണ് ലഭിക്കുന്നത്. എക്സാലോജിക്കിന്റെ മാത്രമല്ല, എക്സാലോജിക് ഞാൻ പറഞ്ഞില്ല, രണ്ട് കരാറാണ്. ഒന്ന് എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാർ, അതായത് താങ്കൾ പറഞ്ഞ പോലെ മെയിന്റനൻസ് സപ്പോർട്ട് എന്നുള്ളത്. പക്ഷേ കൺസൾട്ടൻസി എന്ന രീതിയിൽ വീണയുടെ വ്യക്തിപരമായ ഒരു കരാറുമുണ്ട്. അത് താങ്കൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? അവിടെയാണല്ലോ 5 ലക്ഷം രൂപ കിട്ടിയത്. എക്സാലോജിക്കയുടെ ഡയറക്ടർ എന്ന നിലയിൽ, എക്സാലോജിക്കയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഉടമ എന്ന നിലയിൽ അതിന് കൺസൾട്ടൻസി CMRL നൽകിയ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാണ് പണം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആ മെയിൻറ്റെയിൻ അത്തരം കൺസൾട്ടൻസിക്ക് ലഭിക്കുന്ന റിഡംഷൻ ഫീസാണ്. എനിക്ക് സംശയമുണ്ട് ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അങ്ങനെയാണോ ശ്രീ ഹസ്കർ പറയുന്ന പോലെയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോൾ ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഈ കമ്പനിക്ക് കിട്ടുന്ന അക്കൗണ്ട് കമ്പനി അക്കൗണ്ടാണ്. ഞാനൊരു കമ്പനിയുടെ ഡയറക്ടറാണ്. ഇദ്ദേഹം പറയുന്നത് പോലെ ഡിവിഡൻഡ് മാത്രമല്ല, ഈ എക്സാലോജിക് കമ്പനി അതിന്റെ ഏക ഡയറക്ടർ വീണ വിജയനാണ്. പിന്നെ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കരാറിൽ അവർക്ക് കിട്ടുന്ന പണം അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിക്കാത്തത് അവർ ആ ബാങ്ക് അക്കൗണ്ട് ഈ ഫയലിംഗിൽ കാണിച്ചിട്ടില്ല. അവർ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും കാണിച്ചിരിക്കുക. അത് ആ അക്കൗണ്ട് അവർ കാണിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അത് ആ വിവരം കൊടുത്തിട്ടില്ല, പങ്കുവച്ചിട്ടില്ല. അവർ ഇത് ഈ റിയാസിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ടാക്സ് വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട്. ഈ വൈറ്റ് മണി, ബ്ലാക്ക് മണി വൈറ്റ് മണി ആകുന്ന ഒരു പ്രൊസീജിയർ ഇവിടെ നടന്നിട്ടുണ്ട്. ചെറിയ വിവരങ്ങൾ കിട്ടിയാൽ പോലും സാധാരണയായിട്ട് റെയ്ഡുമായി വരുന്ന കേന്ദ്ര ഏജൻസികൾ, ആദായ നികുതി വകുപ്പും EDയും ഒക്കെ എന്തുകൊണ്ടാണ് വീണ വിജയനെ റെയ്ഡ് ചെയ്യാത്തത്? അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ. ഈ BJPയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന തെലങ്കാന രാഷ്ട്ര സമിതിയെ പോലെ ഉള്ള പാർട്ടികളെ വരെ തെലങ്കാനയിൽ വേട്ടയാടുന്നു. ആം ആദ്മി പാർട്ടിയുടെ കാര്യം നമുക്കറിയാം. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ ഗോതമ്പുണ്ട തിന്നുകയാണ്. NCPയുടെ കാര്യം അറിയാം. അവർക്ക് കോൺഗ്രസും കോൺഗ്രസ് ഇതര മറ്റ് പ്രാദേശിക കക്ഷികളെ എല്ലാം വേട്ടയാടാൻ ഒരു മടിയുമില്ല. പക്ഷേ നിർമ്മല സീതാരാമന്റെ കീഴിലുള്ള ED ഈ CPMനെ മാത്രം ഒരു തരത്തിലും വേദനിപ്പിക്കില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വേദനിപ്പിക്കില്ല. ഒരു തരത്തിലും CPMന്റെ ഒരു നേതാക്കൾക്ക് പുറകെയും പോവില്ല. ഇനിയിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിടത്തും എത്തുന്നില്ല. ഈ ലാവ്ലിൻ കേസിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും CPMകാർ പറയാറുണ്ട് അത് ഇങ്ങനെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കോടതി തീയതി മാറ്റി വെക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ അവർ പലപ്പോഴും മറ്റ് മറുവാദം ഉന്നയിക്കാറുണ്ട്. ഈ കാര്യത്തിൽ CPMന് ഉത്തരമില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ അകത്തെ ചില ഡീലുകളുടെ കാര്യം മറനീക്കി പുറത്തു വരുന്നത്. ശരി, ശ്രീ വി ഉണ്ണികൃഷ്ണൻ, താങ്കൾ മറുപടി പറയേണ്ടത് അവിടെയാണ്. BJP ഈ വിഷയം ഉന്നയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ വിവരം കിട്ടിയാൽ പോലും ശ്രീ ആനന്ദ് പറഞ്ഞതുപോലെ തെലങ്കാനയിൽ എങ്ങനെയാണ്, ഡൽഹിയിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം CPMന് ഒരു ആനുകൂല്യം കേന്ദ്ര ഏജൻസികൾ നൽകുന്നത്? അതിന്റെ ഡീൽ എന്താണ് അതിന് പിന്നിലുള്ള? ഞാൻ താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മുടെ വിഷയം, ഇത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ കുടുംബം അഴിമതിയുടെ തടവറയിലായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് ഓശാന പാടുന്നു. ഒരു സുവർണാവസരം കൈവന്നിട്ട് പോലും പ്രതിപക്ഷത്തെ VD സതീശൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാതെ
ഉന്നയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്യു കുഴൽനാടൻ അതിനിടയിലൂടെ ഇത് പറഞ്ഞു പോയി എന്നല്ലാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയം കൈവന്നിട്ടും എന്തുകൊണ്ടാണ് ശക്തമായ സമരത്തിന് ഇറങ്ങാതിരുന്നത്? ഇത് തന്നെയല്ലേ ഗണപതിയുടെ മിത്തുവാദത്തിലും അവരെടുത്തുള്ളത്. അപ്പൊ ഇവർ തമ്മിൽ എന്തൊക്കെയോ അന്തർധാര സജീവമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ഇപ്പൊ BJP ആണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി പരസ്പരം ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. അവിടെ BJP യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് വന്നിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേര് അതിലുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേര് അതിലുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്, അതുപോലെ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, ഇബ്രാഹിം കുഞ്ഞിന്റെ പേരുണ്ട്, എല്ലാം കോഡ് നാമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ നിങ്ങളുടെ കയ്യിലാണല്ലോ. എന്തുകൊണ്ട് ശ്രീ ആനന്ദ് ഉന്നയിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. നിങ്ങളുടെ കയ്യിലാണല്ലോ, എന്തുകൊണ്ട് ഇതുവരെ ഇത് കുറെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നു എന്നല്ലാതെ എന്തുകൊണ്ടൊരു അന്വേഷണം വരുന്നില്ല? എന്തുകൊണ്ട് റെയ്ഡ് വരുന്നില്ല? ഞാൻ പറയാം. കർത്തയുടെ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചുവല്ലോ. അല്ലല്ല, ഞാൻ പറയാം. ഇതില് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ഏജൻസി അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഉടനെ വേട്ടയാടാൻ പോകുന്ന ഒരു ഏജൻസി അല്ല ഇ ഡി പോലുള്ള ഏജൻസികളെല്ലാം തന്നെ. ഇപ്പൊ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് കമ്മിറ്റി കണ്ടെത്തിയ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ED ഇടപെടാൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട ED ഇടപെടും. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് ആണെങ്കിലും. ആന്ദോളയുടെ വിഷയത്തിൽ ഇതുപോലെ ഗോവിന്ദമാഷ് പറഞ്ഞ നിയമപരമായി വാങ്ങിയതാണ്, ബാങ്കുകളുടെ വാങ്ങിയതാണ്. നേരിട്ട് ആരെങ്കിലും പരാതി നൽകിയാൽ ഇടപെടേണ്ട ഒരു കാര്യമല്ലല്ലോ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. ആദായ നികുതി വകുപ്പ് എന്തുകൊണ്ട് ഇടപെട്ടില്ല ഇതുവരെ? 2017 മുതൽ 20 വരെയുള്ള വർഷത്തെ ഡീലിംഗ് ആണല്ലോ ഇത്. കർത്ത എന്ത് ചെയ്തോ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പുറത്തും നടന്നിട്ടുണ്ടല്ലോ. കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദായ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, മണി ലോണ്ടറിംഗ് പോലും നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇടപെട്ടില്ല ഇതുവരെ? ആദായ നികുതി വകുപ്പിന് ഇടപെടാമായിരുന്നു, EDക്ക് ഇടപെടാമായിരുന്നു. അവിടെയാണ് സംശയം വരുന്നത്, അവിടെയാണ് ഡീല് വരുന്നത്. BJP CPM ഡീല് മുഖ്യമന്ത്രിയെ തൊടില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇത്തരത്തിൽ ഇടപെട്ടാൽ പോലും അങ്ങോട്ട് പോകില്ല. അതാണ് ഡീല്. നിങ്ങളാരും ഭയപ്പെടണ്ട. എവിടേക്കാണോ ഇത് എത്തേണ്ടത് അവിടേക്ക് എത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കുറെ മാസങ്ങളായി, കുറെ വർഷങ്ങളായിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ എവിടെയാണ് എത്തിയത്? അതുകൊണ്ട് തന്നെയാണ് CPM ചോദിക്കുവാനായിട്ട് ധൈര്യമുണ്ടാകുന്നത്. എത്രയോ ഏജൻസികൾ വന്ന് ഇറങ്ങി എന്ത് സംഭവിച്ചു എന്ന്. അല്ലല്ല, നിങ്ങൾ വെറുതെ കേരളത്തിലെ LDFും UDFും തമ്മിലുള്ള മുന്നണികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് മറ പിടിക്കാൻ വേണ്ടി ED അങ്ങനെ മറ പിടിച്ചിട്ടില്ല. അത് തുറന്നു കാട്ടുകയാണ് ചെയ്തത്. അത് തുറന്നു കാട്ടുമ്പോൾ ഈ ഒരു ഡീലും ശ്രദ്ധയിൽ വരികയാണ്. അത് തുറന്നു കാട്ടുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഡീൽ ഇവിടെ ഉണ്ട് എന്നുള്ളതും സൂചിപ്പിക്കേണ്ടി വരുന്നു. ആ ഡീല് മറച്ചു വെച്ചിട്ടില്ലല്ലോ. ആ ഡീലാണ് പ്രധാന ചർച്ചാ വിഷയം. ഇവര് തമ്മിലുള്ള ഡീലിന് തെളിവുണ്ടെന്ന്. അവർ തമ്മിലുള്ള ഡീലിന് തെളിവ് ഇത്രയേ ഉള്ളൂ. രണ്ടുപേരുടെയും പേരുകൾ വന്നു. ആ തർക്കപരിഹാര ബോർഡിന്റെ ആ ഉത്തരവിൽ 2 പേരുടെയും, കോൺഗ്രസ് നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും പേര് വന്നു. മുഖ്യമന്ത്രിയുടെ മകളും കർത്തയുടെ കമ്പനിയുമായുള്ള ഇടപാടിന്റെ കാര്യവും പുറത്തു വന്നു. അതുകൊണ്ട് അവിടെ ഡീലെന്നല്ല, അത് ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് കോൺഗ്രസ്. നിങ്ങളുടെ കാര്യമോ കേന്ദ്ര ഏജൻസികളുടെ കാര്യമോ? ഞാനൊന്ന് പറയട്ടെ മഞ്ജുഷേ, അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിച്ച പോലെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കേണ്ട ആള് പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മെഗാഫോണായി മാറുകയാണോ? എന്താ അതിന്റെ അർത്ഥമുള്ളത്? അപ്പൊ ഇത്ര അതൊക്കെ സംബന്ധിച്ചാൽ ശരിയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും UDFിന്റെയും നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അതിനുള്ള അവരുടെ തടസ്സവും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ എന്ത് തടസ്സമാണ് ഉള്ളത്? ഞാൻ പറയാം മഞ്ജുഷേ, കേന്ദ്ര ഏജൻസികൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻകം ടാക്സ് ആൻഡ് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ ആ ഏജൻസി EDക്ക് നൽകുന്നുണ്ടാവും. ED അത് അന്വേഷിച്ച് കണ്ടെത്തിൽ ഒരു സംശയവും വേണ്ട. ED ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന സംശയമൊന്നും വേണ്ട. മുഖ്യമന്ത്രിയുടെ മൗനം എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ ചിറകരിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വേണ്ടി സംസാരിക്കുന്ന റിയാസാണ്. ഇപ്പോ ഗോവിന്ദനെ പോലും തിരുത്താവുന്ന രീതിയിലേക്ക് റിയാസ് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി നിശബ്ദനായി, മൗനത്തിലായി, ചിറകരിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചില്ല, അസ്കർ സൂചിപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ഇന്ന് ഈ വിഷയം പത്രക്കാർ ചോദിച്ചു എഴുന്നേറ്റ് ഓടിയതെന്താ, ഒളിച്ചോടിയെന്താ? എന്താ മറുപടി പറയാത്തത്? മടിയിൽ കനമുണ്ട് മഞ്ജുഷേ, മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഇവരത് മറുപടി പറയാത്തത്. മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയം വന്നപ്പോ എന്താ പറഞ്ഞത്? അത് അച്ഛന്റെ മകന്റെ വിഷയത്തിന് അച്ഛന്റെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പാർട്ടി ഇടപെടാൻ കാരണം? കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് പാർട്ടി ഇടപെട്ടില്ല.
മുഖ്യമന്ത്രിയുടെ മകൾ പാർട്ടിയുടെ വല്ല ചുമതലയുണ്ട്? വീണയ്ക്ക് പാർട്ടിയുടെ എന്തെങ്കിലും ചുമതലയുണ്ടോ? എന്താ ഇടപെടാൻ കാരണം? ഇടപെടാൻ കാരണം വീണയിലൂടെ പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നില്ല എന്ന സംശയം ബലപ്പെടും കേട്ടോ. ശ്രീ നിജേഷ് അരവിന്ദ്, ഇതുൾപ്പെടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഉന്നയിച്ച ആ കാര്യമുണ്ടല്ലോ, ഈ സംശയം, ഈ ഡീല്, CPM-ഉം BJP-യുമായുള്ള ഡീല്, അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഉന്നയിക്കാമായിരുന്നു. പക്ഷെ മുഖം നഷ്ടപ്പെട്ടു പോയി ഈ വിഷയത്തിൽ കോൺഗ്രസിനും UDF-നും. അതല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഒരു സുവർണ അവസരം കോൺഗ്രസിന് കിട്ടില്ലായിരുന്നു. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. മാത്യു കുഴൽനാടൻ മാത്രം ഈ വിഷയം ഉന്നയിച്ചു. കുഴൽനാടനോട് നീരസമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇപ്പോൾ. അല്ല, ഇല്ലാ കഥകൾ ദയവായിട്ട് മെനയരുത്. മാത്യു കുഴൽനാടനോടോ ഇത് ഉന്നയിച്ച ഒരു കോൺഗ്രസ് നേതാവിനോടോ ഒരു നീരസവുമില്ല. നാളെയുടെ രാഷ്ട്രീയത്തിൽ PT തോമസ് ആരംഭിച്ചത് കൃത്യമായി മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഇനി BJP പ്രതിനിധിയോട് ഒരുപാട് രാഷ്ട്രീയമൊന്നും പറയണ്ട. BJP നേതാക്കന്മാർ പ്രതിയായ 3 പ്രമാദമായ കേസുകളുണ്ടായിരുന്നു. ഒന്ന്, കൊടകര കുഴൽപ്പണ കേസ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം BJP-ക്കാർ തന്നെ തട്ടിപ്പറിച്ച കേസ്. 2, സുന്ദര, മഞ്ചേശ്വരത്തെ സുന്ദരയ്ക്ക് കൈക്കൂലി കൊടുത്ത സുരേന്ദ്രൻ പ്രതിയായ കേസ്. 3, മാനന്തവാടിയിൽ ജാനു പ്രതിയായ കേസ്. ഈ 3 കേസും ഫ്രീസ് ചെയ്യപ്പെട്ടു. ആ 3 കേസും ഫ്രീസ് ചെയ്യപ്പെട്ടതിന് തിരിച്ചെന്ത് കൊടുത്തു? തിരിച്ച് KT ജലീലിന് 2 ദിവസം പുലർച്ചെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ED-ക്ക് മുന്നിൽ പോയി. പിന്നീട് മുന്നോട്ട് പോയില്ല. സ്വർണ്ണക്കടത്ത് മുന്നോട്ട് പോയില്ല. ലൈഫ് മിഷൻ അഴിമതി മുന്നോട്ട് പോയില്ല. എന്തുകൊണ്ട് ഇനി ലാവ്ലിൻ കേസ് എത്ര തവണ മാറ്റി എന്നുള്ളത് അറിയില്ല. അപ്പോ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്രയോ തവണ ആവർത്തിച്ചു. ആ സമയത്തൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്, ഞാനുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, നാളെ കടകംപള്ളി അകത്താകും, നാളെ ശ്രീരാമകൃഷ്ണൻ അകത്താകും, നാളെ പറഞ്ഞുകൊണ്ടേയിരിക്കാനേ പറ്റുള്ളൂ. ഒറ്റ കാര്യം പറയുക, VD സതീശനും K സുധാകരനും, മുഖ്യമന്ത്രി മറുപടി പറയണം ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ ദുരൂഹതയുണ്ട്. ഇക്കാര്യം എന്തുകൊണ്ട് പറയുവാൻ പറ്റുന്നില്ല ഇപ്പോൾ VD സതീശന്, K സുധാകരന്? അല്ല, ഞങ്ങൾക്ക് പറയാൻ ഈ വിഷയം പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഈ വിഷയം ഉന്നയിച്ചതൊക്കെ കോൺഗ്രസ് നേതാക്കളാണ്. ഈ വിഷയം ഏത് വിഷയത്തിലാണ് ഞങ്ങൾ ഒരു സൗമനസ്യം ഉപയോഗിച്ചത്? ഏതാണ് പറയാത്തത്? നിയമസഭയിൽ എന്തുകൊണ്ട് നിങ്ങൾ VD സതീശ് ഏത് വിഷയമാണ് പറയാത്തത്? നിയമസഭയ്ക്ക് പുറത്തും ഇക്കാര്യത്തിൽ ഒട്ടും ശക്തിയില്ല. K സുധാകരൻ പറയുന്നതിൽ ഒട്ടും ശക്തിയില്ല. രമേശ് ചെന്നിത്തല പറയുന്നതിലും ശക്തിയില്ല. മഞ്ജുഷ, അമ്പ് കൊള്ളാത്തവരാരുമില്ല പ്രതിപക്ഷത്തും. അതുകൊണ്ടാണ് എല്ലാവരുടെ മേലും അമ്പ് കൊണ്ടിട്ടുണ്ട്. അതാണ് കാരണം. പിന്നെ എങ്ങനെ പ്രതികരിക്കാം? മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ കഴിയും? തിരിച്ചൊരു ചോദ്യം ചോദിച്ചാലോ? അങ്ങോട്ട് ഞങ്ങൾ ഈ മാസപ്പടിയും വാങ്ങിയിട്ടില്ല, കുഴൽപ്പണവും വാങ്ങിയിട്ടില്ല. അല്ല, വിരൽ എങ്ങോട്ടാണ് എന്ന് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ പരിശോധിക്കുക. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളുടെ ഇടയിലേക്കൊക്കെ ഓടിപ്പോകുന്ന ED നിങ്ങളുടെ നിത്യ ശത്രുവായ, നിങ്ങളുടെ നേതാക്കന്മാരെ അരിഞ്ഞു വീഴ്ത്തിയ, നിങ്ങളുടെ ഒരുപാട് നേതാക്കന്മാരെ ബോംബെറിഞ്ഞു കൊന്ന, നിങ്ങളുടെ പാർട്ടിയെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ എന്തുകൊണ്ട് എത്തുന്നില്ല? കൃത്യമായ തെളിവുകൾ ഒരുപാട് കാലം അന്തരീക്ഷത്തിലുണ്ടായിട്ടും എന്തുകൊണ്ട് ED-യുടെ വണ്ടി വരുന്നില്ല? അതിന് മറുപടി പറയുന്നതിന് പകരം VD സതീശന്റെ ശബ്ദത്തിന് നേർപ്പാണ് എന്നല്ല പറയേണ്ടത്. BJP-ക്ക് പറയാൻ കഴിയുമെങ്കിൽ, BJP-ക്ക് ആർജവമുണ്ട് എങ്കിൽ അത് പറയണം. പിന്നെ ഹസ്കർ കുറെ നിയമം പറഞ്ഞു. ഞങ്ങൾ മിസ്റ്റർ ഹസ്കറിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് ശരിയാണോ തെറ്റാണോ? വീണ വിജയൻ സേവനം കൊടുക്കാതെ ഇങ്ങനെ പണം വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലും ഇങ്ങനെ പണം പറ്റിയത് ശരിയാണോ? ഞാനൊരു കാലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായപ്പോ ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ഹൗസ് വാമിംഗ് ക്ഷണിക്കാൻ വന്നു. ഒരു വലിയ വീട്. ഞങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചു, ഇങ്ങനെ വലിയ വീടൊക്കെ ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയുമോ എന്ന്. അപ്പൊ ഏരിയ സെക്രട്ടറിയായ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരംഗം വീടുണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഓരോ കണക്കും, പണിക്കാരന്റെ കൂലി, ടൈൽസിന്റെ കൂലി, കല്ലിന്റെ കൂലി, ഇതൊക്കെ കൃത്യമായി പാർട്ടിയിൽ ബോധിപ്പിക്കും. എന്നതിന് ശേഷം മാത്രമേ വീടുണ്ടാക്കാൻ അനുവദിക്കൂ എന്ന്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകള് ഇങ്ങനെ വെറുതെ ഇരുന്ന് 5 ലക്ഷം രൂപ ഒരു പണിയും എടുക്കാതെ വന്നതിന്റെ കണക്ക് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെ? ഇതൊക്കെയല്ലേ മിസ്റ്റർ അസ്കർ മറുപടി പറയേണ്ടത്. ഇത് ഒരു ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന് സമാനമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ മൗനത്തിൽ ഒളിക്കല്ലേ?
നിങ്ങൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറ. ഗോവിന്ദ മാഷ്, വീരശൂര പരാക്രമിയായ ഗോവിന്ദ മാഷ്, മോൺസന്റെ റൂമിനകത്ത് പീഡനം നടന്നതിന് സാക്ഷിയായ ഗോവിന്ദൻ മാഷ് ഇന്ന് എഴുന്നേറ്റ് പോയ ഒരു ഓട്ടമുണ്ടല്ലോ, ആ ഓട്ടമാണ് ഞങ്ങളുടെ സംശയം. എന്തിനും കയറി അഭിപ്രായം പറയുന്ന മുഹമ്മദ് റിയാസ് ഒരക്ഷരം മിണ്ടാത്തതാണ്. എപ്പോഴും ന്യായീകരിക്കുന്ന AK ബാലൻ ഈ കാര്യത്തിൽ അല്ല, റിയാസ് പൊതുവെ ഈ കുടുംബത്തിനെതിരെയുള്ള ആരോപണം വരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാറില്ല. അത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മറ്റു വിഷയങ്ങളിലാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത്. അത് അദ്ദേഹം ആ ഒരു രീതി അവലംബിച്ചിട്ടുണ്ട് മുമ്പ് തന്നെ. അതുകൊണ്ട് റിയാസിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതും അതത്ര പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാത്ത ഒന്നാണല്ലോ. ആനന്ദ്, എന്നോടാണോ ചോദ്യം? അതെ അതെ അതെ. റിയാസ് കഴിഞ്ഞ ഞായറാഴ്ച കൈരളി ടിവിയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അതെന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസവും റിയാസ് പൊതുപ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹം ഏതോ റോഡ് പോയി കാണുന്നു, വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ കൂടുന്നു. അദ്ദേഹം ഞായറാഴ്ച പോലും വിശ്രമം എടുക്കാതെ ജോലി ചെയ്യുന്ന ഒരു മന്ത്രി എന്നായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച കൈരളിയുടെ വാർത്ത. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു ഉത്തരം പറയണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയാണ് ചെയ്യേണ്ടത്. കാരണം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അദ്ദേഹം തെറ്റായ വിവരം കൊടുത്തിരിക്കുന്നു. ഒന്നെങ്കിൽ അദ്ദേഹം ഉത്തരം പറയണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ വകുപ്പുകൾ പ്രകാരം മുഖ്യമന്ത്രിക്കെതിരെയും റിയാസ് മന്ത്രിക്കെതിരെയും കേസെടുക്കാൻ വകുപ്പുകളുണ്ട്. കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ രണ്ടുപേർക്കും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പിന്നെ ബിജെപിയുടെ കാര്യം പറയുമ്പോൾ ബിജെപി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നേരിട്ടെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളും CMRലും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ, അവിടെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഈ നികുതി വെട്ടിപ്പ് മാത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ വീണ വിജയൻ ആദായ നികുതി അടച്ചിട്ടില്ല ഈ കിട്ടിയ പണത്തിന്റെ എന്ന് വരുന്നു. റിയാസ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല എന്നും. അവിടെ മുഖ്യമന്ത്രിയെ നേരിട്ട് എങ്ങനെ ബന്ധിപ്പിക്കും ധാർമ്മികമായിട്ടല്ലാതെ? അല്ല, ഈ പണം എന്തിനാണ് ഈ കരിമണൽ കർത്ത വീണ വിജയൻ ഈ പണം എന്തിനു കൊടുത്തു? ഈ പണം വെളുപ്പിക്കാനായിട്ടാണ് ഈ കരാർ ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ കോൺഗ്രസിന്റെ ചില നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, CPMന്റെ PV പിണറായി വിജയനും പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരിമണൽ കർത്തായ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ബ്ലാക്ക് മണി, ഇതെല്ലാം ബ്ലാക്ക് മണി ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ ബ്ലാക്ക് മണി എല്ലാം കമ്പനിയിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ചില എക്സ്പെൻസുകൾ, ചില ഇതുപോലെയുള്ള കൈക്കൂലികൾ അദ്ദേഹം ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് എന്നും പറഞ്ഞ് കമ്പനിയുടെ ഓഡിറ്ററെ കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആയി കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്, ഇതിപ്പോൾ എൻ്റെ ഒരു ഊഹമാണ്, ഞാൻ എൻ്റെ ഒരു ഊഹം പറയുകയാണ്, അദ്ദേഹത്തോട് CPMന്റെ നേതാക്കൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ പറഞ്ഞിരിക്കാം, നിങ്ങൾ എന്തിനാണ് ഇത് ബ്ലാക്ക് മണിയായിട്ട് കാശായിട്ട് തരുന്നത്? എൻ്റെ മകൾക്കൊരു കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ വൈറ്റ് മണിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാമല്ലോ, നിങ്ങൾക്ക് അതിൽ ടാക്സ് എക്സംഷൻ കിട്ടുമല്ലോ എന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന അദ്ദേഹത്തിന്റെ സിൽബന്ദികൾ, ശിവശങ്കറെ പോലെയുള്ള ആൾക്കാർ, ഈ പണം ഡീലുകൾ നടത്തുന്ന ആൾക്കാർ ഒരു ഉപദേശം കൊടുത്തിരിക്കാം. അതിനനുസരിച്ചായിരിക്കാം കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും കമ്പനിയുടെ പേരിൽ കൂടാതെ വീണ വിജയനും ഇങ്ങനെ ഒരു പണം കൊടുത്തിരിക്കുന്നത്. വീണ വിജയന് കൊടുത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. ഇത് കമ്പനിയുടെ പേരിൽ തന്നെ കൊടുത്തിരുന്നെങ്കിൽ അതെല്ലാം വീണയ്ക്ക് എഴുതിയെടുക്കാമായിരുന്നു. ഏക ഡയറക്ടറായ വീണയ്ക്ക് അത് ഈ വളരെ എളുപ്പത്തിൽ എഴുതിയെടുക്കാമായിരുന്നു. പക്ഷെ ഇത് വീണ വിജയന് തന്നെ നേരിട്ട് കൊടുത്തതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ഇതിൽ മാത്രമല്ല, ബാങ്ക് അക്കൗണ്ട് വഴിയാണ്, വൈറ്റ് മണിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ടാക്സ് കൊടുക്കണമായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. മറുപടി അല്ലാതെ മറ്റെന്താണുള്ളത്? ഒരു മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളല്ലോ. അപ്പോൾ ഈ മൗനത്തിൽ വിളിക്കുന്നതാണ് സംശയം ബലപ്പെടാൻ കാരണം. മഞ്ജുഷ, ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, 2016 കമ്പനി നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് പറയുന്നത്. ഒന്ന്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ ഒന്നിലധികം ഡയറക്ടർമാർ ഉണ്ടായിരിക്കണം. അപ്പോ ഏക ഡയറക്ടർ അല്ല എക്സാലോജിക്കയിൽ ശ്രീമതി വീണ വിജയൻ. അത് അവിടെ ഇരുന്നോട്ടെ. രണ്ട്, ഒരു കമ്പനി ഡയറക്ടർ ആവണമെങ്കിൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തതിനു ശേഷം മാത്രമേ ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാനാകൂ. അങ്ങനെ ആ ഒരു നമ്പർ ഡിൻ നമ്പർ എടുക്കണമെങ്കിൽ
സ്വാഭാവികമായും ആ വ്യക്തി തന്റെ പാൻ കാർഡും ആധാർ കാർഡിന്റെയും വിവരങ്ങൾ നൽകണം. ഇപ്പോ പാൻ കാർഡിന്റെയും ആധാർ കാർഡും ഒരുമിച്ച് ലിങ്ക് ചെയ്യുന്ന ഘട്ടത്തിൽ തന്റെ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ച് കൃത്യമായി കേന്ദ്ര ഏജൻസികൾ, ഇൻകം ടാക്സ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് നേരിട്ട് വിവരം ലഭിക്കും. 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ക്വാർട്ടറിൽ ഒരു ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും അക്കൗണ്ടുകളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നേരിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന തരത്തിൽ റൂൾസ് നിലവിലുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത്. എന്നിട്ടും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ആക്ഷേപിക്കുന്നതിനു വേണ്ടി ആനന്ദ് ബാങ്ക് അക്കൗണ്ട് മറച്ചു വെക്കുന്നത് എങ്ങനെയാണെന്നാണ് അസ്കർ ചോദിക്കുന്നത്. ഒരു തരത്തിലും. രണ്ട്, ഞാൻ അതിലേക്കാ വരുന്നത്. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ 2 ദശകങ്ങളായി സഖാവ് പിണറായി വിജയനെ മാധ്യമ വേട്ടയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ലാവ്ലിൻ കേസിന്റെ പേരിൽ 372 കോടി രൂപയുടെ ചരിത്രത്തിലേക്ക് പോകേണ്ട. ലാവ്ലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണല്ലോ. അവിടേക്കാണ് ഡീലിന്റെ കാര്യം വരുന്നത്. ശ്രീ ആനന്ദ്, എങ്ങനെ ബാങ്ക് അക്കൗണ്ട് മറച്ചു വെക്കാനാണ് എന്നാണ് ഹസ്കർ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാനിപ്പോ പ്രവചനാത്മകമായി തന്നെ പറയാം. ആ കേസ് ഒന്ന് പരിഗണിച്ചാൽ അന്നേ ദിവസം ആ കേസ് അവിടെ വെച്ച് അവസാനിക്കും. പിണറായി വിജയൻ മുക്തനാകുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുതയില്ലാത്ത ശ്രീ ഹസ്കർ ആനന്ദ് പറഞ്ഞോളൂ. അല്ല, ശ്രീ ഹസ്കർ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഡയറക്ടർമാര് ഏക ഡയറക്ടറായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് 99% ഓഹരിയുള്ള ഒരു ഡയറക്ടറും 1% മാത്രം ഓഹരിയുള്ള ഒരു ഡയറക്ടറും, അങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഉണ്ടാകാം. വീണ വിജയന്റെ കമ്പനിക്ക് ഉണ്ടാകാം. അങ്ങനെയാണ് സാധാരണ ഈ ഏക ഡയറക്ടർമാരുള്ള കമ്പനികൾ ചെയ്യുന്ന ഒരു കാര്യം. 1% മറ്റൊരാളുടെ പേരിലാക്കി ഒരു ഡയറക്ടറായിട്ട് ഒരു നോമിനി വെറുതെ ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടാകും. അത് ആരാണെന്ന് എനിക്കറിയില്ല, ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം, ഈ എല്ലാ അക്കൗണ്ടുകളും നിങ്ങൾക്ക് കമ്പനി അല്ല, അങ്ങനെ ആകാം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ ആധികാരിക രേഖ എക്സാലോജിക്കയെ സംബന്ധിച്ച് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ബോർഡിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ ലഭിക്കും. എത്ര പെർസെന്റേജ് ഓഫ് ഷെയർസ് ആണ് ശ്രീമതി വീണ വിജയനുള്ളത്, മറ്റ് ഡയറക്ടർമാർക്ക് എത്ര പെർസെന്റേജ് ഷെയർസ് ഉണ്ട് എന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിജേഷ് എന്താണ് താങ്കൾക്ക് പറയാമല്ലോ. അതിന്റെ ഉത്തരം താങ്കൾക്ക് അറിയാമെങ്കിൽ പറയാമല്ലോ. അല്ല ഹസ്കർ, എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് എവിടെ? അല്ല ഹസ്കർ, ആ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് എന്താ ഇപ്പൊ കാണാത്തത്? എന്തിന് നിങ്ങൾ അതൊരു കമ്പനിയുടെ ഒരു വെബ്സൈറ്റോ ബ്രോഷറോ എവിടെ ട്രാൻസ്പെറന്റ് ആണ് എങ്കിൽ ആ വെബ്സൈറ്റ് എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു? നിജേഷ്, ഞാൻ അതിലേക്കാ വരുന്നത്. അല്ല, ഈ കർത്ത കമ്പനിക്ക് ഇത്ര സേവനം കൊടുത്തിട്ടാണ് പണം വാങ്ങിയത് എങ്കിൽ എന്തിനു ഒളിച്ചു വെച്ചു? വക്താവോ അല്ല, മാത്രം സേവനം നൽകിയിട്ടില്ല എന്ന് കമ്പനി പറയുന്നു. ഒരു സേവനം ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി പറയുന്നുണ്ടല്ലോ. ഒരു സേവനം ലഭിച്ചിട്ടില്ല. അല്ല, സേവനം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു കരാർ ലംഘനത്തിന്റെ ഭാഗമായി പരിഗണിക്കുകയും അങ്ങനെ സേവനം ലഭിക്കാത്ത സേവനദാതാവിൽ നിന്ന് സേവനം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനെതിരെ കരാർ വ്യവസ്ഥ ലംഘിച്ചതിന് സ്പെസിഫിക് പെർഫോമൻസിന് CMRL മറ്റേ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണമായിരുന്നു. അങ്ങനെ കേസ് കൊടുക്കില്ലല്ലോ. മറ്റു ഗുണങ്ങൾ കിട്ടുമല്ലോ. തയ്യാറാണ്. അത് മറ്റു ഗുണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ കമ്പനി തടസ്സമില്ലാതെ നടക്കണം. പരിസ്ഥിതി പാടില്ല. കമ്പനി നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതിന് പണം കൊടുത്തേ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നു. കമ്പനി നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പണം കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും പണം കൊടുത്തത്. കർത്ത ആരാണെന്ന് അറിയാമല്ലോ. ശരി, നന്ദി. ചർച്ച എല്ലാവർക്കും ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? വേണമെന്ന് 85% പ്രേക്ഷകർ, വേണ്ട എന്ന് 12%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.